അപ്പോൾ വെൽക്കം ബാക്ക്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിച്ചു തന്നിരുന്നു. AC ഇട്ട് കഴിഞ്ഞാൽ പാർക്ക് കത്തി, അതേപോലെ ജസ്റ്റ് ഫോഗ് ഇട്ട് കഴിഞ്ഞാലും പാർക്ക് കത്തുന്നു. അപ്പോൾ AC ഓൺ ആയി കഴിഞ്ഞാൽ ഓൺ ആകുന്നില്ല നോർമലി. ഇപ്പോൾ ഇനി ഓടുമ്പോൾ റണ്ണിങ്ങിൽ ചില സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി കട്ടാകുന്ന ടൈമിൽ മാത്രമേ AC ഓൺ ആകുള്ളൂ. അത് നമുക്കൊന്ന് റെക്ടിഫൈ ചെയ്തിട്ട് വരാം. നമുക്കൊന്ന് അടുത്തുള്ള സർവീസ് സെൻ്ററിൽ കാണിച്ചിട്ട് വരാം, നോക്കാം നമുക്ക്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ വൈപ്പർ ബ്ലേഡ് മാറുന്നുണ്ട്. വൈപ്പർ ബ്ലേഡ് ഞാൻ ഫ്രഷ് ഇട്ടതാണ്. ഫ്രഷ് ഇട്ട് എനിക്കൊന്നും ഒരു ദിവസം പോലും കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് അതിൽ ലൈൻസ് വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം മാറിയിട്ട് ബോഷിൻ്റെ ഒരു സാധനം എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോഷിൻ്റെ ഒരു വെയ്റ്റ്ലെസ് ബ്ലേഡ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ നോക്കിയിട്ട് പറഞ്ഞത് എർത്തിൻ്റെ പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്, മെയിൻ എർത്തിൻ്റെ പ്രോബ്ലം. ഇത് ഓൾറെഡി ഈ വണ്ടിക്ക് ഉണ്ടായതാണ് ഈ പ്രോബ്ലം. പിന്നെ അത്യാവശ്യം ഇലക്ട്രിക്കലി എല്ലാം ഫിക്സ് ചെയ്തതാണ് ഓൾറെഡി. ഇപ്പം പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി. ബട്ട് ഇപ്പോൾ മീറ്ററും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചു. മീറ്ററും കാര്യങ്ങളൊക്കെ കണക്ഷൻ ഊരി, കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ കണക്ഷൻ ഊരിയപ്പോൾ AC ഓൺ ആവുന്നുണ്ട്. ബട്ട് അത് റീകണക്ട് ചെയ്യുമ്പോൾ പിന്നെയും എന്താ പറയുക, ഓൺ ആവുന്നില്ല. അതിൻ്റെ പാർക്ക് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോബ്ലം നോക്കുമ്പോൾ ചിലപ്പം കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ ആയിരിക്കാം. ബട്ട് ഇവർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സാധനം ഓക്കെ ആയിട്ടുണ്ട്, ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. ഇതാ AC ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയത് ഷോപ്പിൽ നിന്ന് ശരിയാക്കിയിട്ടൊന്നല്ല. അവർ പറഞ്ഞത് നടക്കില്ല, സുസൂക്കിയിലോ എവിടെയും പോയി കൊടുക്കേണ്ടി വരുന്ന അവർ പറഞ്ഞത്. ബട്ട് പണ്ടത്തെ പോലെ തന്നെ വണ്ടി കുറച്ച് ഓടിയപ്പോൾ AC ഓണാക്കി വണ്ടി കുറച്ച് ഓടിയപ്പോൾ താനെ ഓട്ടോമാറ്റിക് ആ ലൈറ്റ് പോയി. വണ്ടി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഇഷ്യൂ ഇപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല, അതുവരെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ സ്വിച്ച് ഉണ്ട്. ഈ കോമ്പിനേഷൻ സ്വിച്ച് വണ്ടിയുടെ കീ ഓണാക്കാതെ തന്നെ കോമ്പിനേഷൻ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇഗ്നിഷൻ ഓൺ ആകുന്നുണ്ട്. അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ എർത്തിൻ്റെ പ്രോബ്ലം ഒന്നുമല്ല. ചിലപ്പോൾ ഈ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ പിന്നെ ഈ മീറ്ററിലേക്കുള്ള വയറിൻ്റെ കണക്ഷനൊക്കെ ഊരിട്ട് കഴിയുമ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആകുന്നു. അപ്പോൾ കറണ്ട് എങ്ങനെയോ ഏതിലൂടെ പാസ്സാവുന്നുണ്ട് ഈ കോമ്പിനേഷൻ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ. അതാണ് ഈ വണ്ടീൻ്റെ ഇഷ്യൂ. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യേണ്ടെങ്കിൽ ഫുള്ളി 100% ഓക്കെ ആക്കേണ്ടെങ്കിൽ ചിലപ്പോൾ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പം അതിപ്പം ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന്. വീട്ടിലേക്ക് പോകുമ്പോഴുള്ള റോഡിൻ്റെ അവസ്ഥയാണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.